ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബക്രീദ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുനാഫ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ അപ്ലോഡൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരുപാട് തിരക്കിലായിപ്പോയി. അപ്പോൾ എല്ലാവരും എന്നെ ഓർത്തിരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തതെന്ന്. വേറൊന്നുമല്ല, സ്കൂളൊക്കെ തുടങ്ങിയിട്ട് പഠിപ്പിൻ്റെ കാര്യവും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് വീഡിയോ അങ്ങനെ റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി മുതൽ ഇൻഷാ അല്ലാഹ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടോളാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്വീറ്റ് കുനാഫ, അറബിക് കുനാഫ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പെരുന്നാളിലൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും, ഈസിയാണ്. ഇപ്പോൾ എല്ലായിടത്തും നമ്മുടെ കുനാഫ ഡോ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സോസ് പാനാണ്. അപ്പോൾ ഈ പാനിലോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കുനാഫയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ 2 കുനാഫക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരെണ്ണം തയ്യാറാക്കുകയാണെങ്കിൽ നേരെ പകുതിയായിട്ട് എടുത്താൽ മതി. അപ്പോൾ 2 കുനാഫക്കായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 1.5 കപ്പ് പാലാണ്. ഇത് 250 ml കപ്പാണ്. അപ്പോൾ ഇതിൽ 1.5 കപ്പ് പാലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു കുനാഫക്ക് വേണ്ടിയിട്ട് നിങ്ങൾ 3/4 കപ്പ് പാലെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പും അതിൽ കൂടുതലും എടുക്കാം കേട്ടോ. അപ്പം ഞാൻ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് ബാക്കി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് പാലിലോട്ട് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എന്നുള്ള കണക്കിലെടുക്കുക. കൂടിപ്പോരുത്, കൂടിപ്പോയാൽ നല്ലോണം ഹാർഡായി പോകും നമ്മുടെ ക്രീം. അപ്പോൾ കോൺഫ്ലോർ 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3.5 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താൽ മതി. ഒരുപാട് മധുരം വേണ്ട കേട്ടോ, കാരണം നമ്മൾ കുനാഫ ലാസ്റ്റ് ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രീമിന് അധികം മധുരം വേണ്ട, ഒരു മീഡിയം മധുരം മതി. ഇനി നമ്മളിത് കുറുക്കിയെടുക്കുക. അപ്പം ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് കുറുക്കിയെടുക്കുകയാണ്. അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചിലയോ വെച്ചിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. നമ്മൾ കോൺഫ്ലോർ ചേർത്തിട്ടുള്ള പാലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതാ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ. ഇനി നമ്മളിതിലോട്ട് 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് പാലിലോട്ട് 1/4 കപ്പ് ഫ്രഷ് ക്രീം, ആ ഒരു കണക്കിലെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരെണ്ണം തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നേരെ പകുതിയായിട്ട് എടുത്താൽ മതി. ഇപ്പോൾ 2 എണ്ണത്തിലുള്ള ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ, അല്ലെങ്കിൽ ഒരെണ്ണത്തിനുള്ള കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്തോ. ഇതിപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്രീം ചീസാണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് ക്രീം ചീസ് ചേർത്ത് കൊടുക്കുക. ഈ ക്രീം ചീസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ക്രീം ചീസ് ചേർത്ത് കൊടുക്കാൻ. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ക്രീം ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ആ ഒരു ചൂട് കിടന്നിട്ട് തന്നെ നമ്മുടെ ക്രീം ചീസ് മെൽറ്റായി കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുക്കേണ്ടത് ബട്ടറും അതുപോലെ തന്നെ നമ്മുടെ കുനാഫ ഡോവും ആണ്. അപ്പോൾ കുനാഫ ഡോ ഇതുപോലത്തെ കണ്ടെയ്നറിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. 250 ഗ്രാം വരുന്ന കണ്ടെയ്നറാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിന് 300 രൂപ മുതൽ റേറ്റ് വരുന്നുണ്ട്. ഇത് ഫ്രോസൺ ഐറ്റമാണ് കേട്ടോ, ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുനാഫ തയ്യാറാക്കുന്നതിന് 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പൊക്കെ എടുത്തിട്ട് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഡോ കിട്ടിക്കോളും. ഇനി ഈ ഡോ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇതൊരു ഇടിയപ്പം ആ ഒരു സൈസാണ് ഉണ്ടാവുക, ഒരു വലിയൊരു മാല പോലെ ഉണ്ടാവും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കുനാഫ നല്ല രീതിയിൽ ആ ഒരു സ്ട്രക്ചറിൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പം എടുക്കുന്നത് 2 കുനാഫക്കുള്ള ഡോ ആണല്ലോ. അപ്പോൾ 2 കുനാഫക്ക് ഈ ഒരു ബോക്സും പിന്നെ ഒരു ബോക്സിൻ്റെ നേരെ പകുതിയും കൂടി നമുക്ക് വേണം. അപ്പോൾ അത്രയും നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം.
അപ്പോൾ ഞാൻ കുനാഫ ഡോ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ബട്ടറാണ്. അപ്പോൾ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ. ഒരിക്കലും കുനാഫക്ക് സാൾട്ടഡ് ബട്ടർ എടുക്കരുത്. അൺസാൾട്ടഡ് ബട്ടർ 100 ഗ്രാം എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മെൽറ്റഡ് ബട്ടർ നമുക്ക് ഈ ഒരു കുനാഫ ഡോയുടെ ഇതുപോലെ കുനാഫ ഡോൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ 2 എണ്ണത്തിന് 100 ഗ്രാമും അതിൽ കൂടുതലും ചിലപ്പോൾ വേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു ഡോ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു കുനാഫ ഡോയിൽ എല്ലായിടത്തും ബട്ടർ എത്തുന്നത് വരെ 2 കൈയിലും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അത് ഈ ഒരു പരുവം ആവണം കേട്ടോ നമുക്ക്. അപ്പോൾ ബട്ടർ തികയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. കൂടി പോവാനും പാടില്ല, എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല. എല്ലാ കുനാഫയുടെ മുകളിലോട്ടും നമ്മുടെ ബട്ടർ നന്നായിട്ട് നല്ലതുപോലെ എത്തണം. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുനാഫ തയ്യാറാക്കുന്നത് ഇതുപോലത്തെ ഫോയിലാണ്. അലുമിനിയം ഫോയിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. നമ്മൾ സെയിൽ ചെയ്യാനാണ് കുനാഫ തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫോയിലാണ് നല്ലത്. വീട്ടിലേക്ക് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് ടിന്നിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് 6 ഇഞ്ചിൻ്റെ ടിന്നാട്ടോ. അപ്പോൾ ഈ ഒരു ടിന്നിൽ ഞാൻ ഇതുപോലെ കുനാഫ ഡോ നിരത്തി കൊടുക്കുകയാണ്. നല്ല കട്ടിക്ക് അമർത്തിയിട്ട് നിരത്തി കൊടുക്കുക. 2 ടിന്നിലും ഒരേപോലെ. ഒരുപാട് കട്ടിക്കിട്ട് കൊടുക്കരുത് കേട്ടോ. കട്ടിക്കിട്ട് കൊടുത്താൽ ഉൾഭാഗമൊന്നും നല്ലതുപോലെ വേവില്ല. എന്നാൽ ഒരുപാട് തിന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല. ആ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ഉണ്ടല്ലോ, ആ ക്രീം അപ്ലൈ ചെയ്യുക. ആ ക്രീം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിടാം. അപ്പോൾ മൊസറല്ല ചീസ് പൊതുവേ ക്രീം കുനാഫയിൽ ചേർക്കാറില്ല. മൊസറല്ല ചീസ് മാത്രം ചേർത്തിട്ട് കുനാഫ തയ്യാറാക്കാറുണ്ട്. അറബിക് കുനാഫയൊക്കെ അങ്ങനെയാണ്. മൊസറല്ല ചീസ് മാത്രം ഗ്രേറ്റ് ചെയ്തിട്ട് നല്ലോണം ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലോട്ടും കൂടി നമ്മുടെ കുനാഫ ഡോ വെച്ച് കൊടുത്തിട്ടാണ് ബേക്ക് ചെയ്യൽ. പക്ഷേ മൊസറല്ല ചീസ് ഇട്ട് കൊടുത്താൽ നല്ല ചൂടോടെ തന്നെ കഴിക്കണം. അതാണ് കുനാഫയുടെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൊസറല്ല ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്രീം കുനാഫയിൽ മൊസറല്ല ചീസ് നിർബന്ധമില്ല. ഈ ഒരു ക്രീം മാത്രം മതി. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള കുനാഫ ഡോ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ആ ക്രീമൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. മുകൾ ഭാഗം നന്നായിട്ട് അമർത്തി കൊടുക്കരുത്. കാരണം മിഡിൽ ക്രീം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് മുകൾ ഭാഗം പരത്തി കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലാണ്. അപ്പോൾ ഞാൻ OTG ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ OTG ഓവനിൽ നമ്മൾ ബേക്ക് മോഡിലല്ല കേട്ടോ വെക്കേണ്ടത്, ടോസ്റ്റ് മോഡിലാണ് വെക്കേണ്ടത്. ബേക്ക് മോഡിൽ വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ ടോസ്റ്റ് മോഡിൽ വെച്ചാൽ കുറച്ചും കൂടി നല്ല കൂടുതൽ വെന്ത് കിട്ടും, കൂടുതൽ ക്രിസ്പിയായി കിട്ടും മുകൾ ഭാഗം. അപ്പോൾ ബേക്ക് മോഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ടൈം സെറ്റ് ചെയ്യുന്നത് കറക്റ്റ് 1 മണിക്കൂറാണ്. പിന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു 200 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ. അപ്പോൾ 230 ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് കഴിഞ്ഞാൽ കൂടും, 200 ഡിഗ്രിയിൽ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ വേവില്ല. അപ്പോൾ 200 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് 1 മണിക്കൂർ നമുക്കിത് കറക്റ്റ് 1 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കാം. ടോസ്റ്റ് മോഡാണ് കേട്ടോ, ബേക്ക് മോഡല്ല, ടോസ്റ്റ് മോഡാണ്. അപ്പോൾ നമ്മുടെ കുനാഫ റെഡിയാവുന്നതിനിടയ്ക്ക് നമുക്ക് ഇതിലോട്ട് വേണ്ടുന്ന ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. ഷുഗർ സിറപ്പ് 1:2 എന്ന റേഷ്യോയിലാണ് തിളപ്പിച്ചെടുക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എടുക്കുകയാണെങ്കിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചിട്ട് കുറച്ച് ഒന്ന് ആറുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. നമ്മളിപ്പം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ അതൊരു 1/2 കപ്പ്, ഒരു 1/4 കപ്പ് ആവുന്നത് വരെ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഷുഗർ സിറപ്പാണ് നമ്മൾ കുനാഫക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിത് കറക്റ്റ് 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ വെച്ചിട്ട്. ഇനി നമുക്കിത് പുറത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പും നല്ലതുപോലെ തിളച്ച് ഞാൻ മാറ്റി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി തണുക്കുമ്പോൾ ഒരു ചെറിയൊരു ബൗളിലാക്കിയിട്ട് കുനാഫയുടെ കൂടെ കസ്റ്റമറിന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കുനാഫ ഇവിടെ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്താഷ്യോ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു കുനാഫയുടെ മുകളിൽ ഇട്ട് കൊടുക്കാം.
അപ്പം ഞാനിപ്പം ഒരെണ്ണം ഓർഡർ കുനാഫയും അതുപോലെ തന്നെ ഒരെണ്ണം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുമാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഫോയിൽ ടിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഇതുപോലത്തെ അടപ്പും കൂടി കിട്ടും. അടപ്പ് സെപ്പറേറ്റ്, ടിന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അടപ്പും കൂടി വാങ്ങിയാൽ നമുക്കിതുപോലെ ഒരു റിബണൊക്കെ കെട്ടിയിട്ട് നല്ല ഭംഗിയിൽ കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഷുഗർ സിറപ്പും കൂടി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പിന് സെപ്പറേറ്റ് ആ ഒരു മയോനൈസൊക്കെ കിട്ടുന്ന ആ ഒരു ബൗളിൽ ആ ഒരു ടൈപ്പ് ബൗൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ആ ഒരു ടൈപ്പ് ബൗളിൽ നമുക്ക് ഷുഗർ സിറപ്പും കൂടി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുനാഫ തയ്യാറാക്കാനായിട്ട്. ഒരെണ്ണം നമുക്ക് കഴിക്കാനായിട്ട് തയ്യാറാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഇതുപോലത്തെ ടിന്നിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല എന്തൊരു ഡെസേർട്ട് ആണെങ്കിലും നമ്മൾ സെർവ് ചെയ്യുമ്പം അത് നല്ല ഭംഗിയിൽ സെർവ് ചെയ്താലാണ് ആ ഒരു ഡെസേർട്ടിന് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ തീർച്ചയായിട്ടും. അപ്പോൾ ഞാനൊരു കുനാഫ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ചൂടോടെ തന്നെയാണ് കേട്ടോ കുനാഫ സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ ചൂടോടെയുള്ള കുനാഫയിലോട്ട് നമ്മളെ ഷുഗർ സിറപ്പ് തണുത്ത ഷുഗർ സിറപ്പാണ്, അത് ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാം. ഞാൻ പറഞ്ഞല്ലോ മൊസറല്ല ചീസ് വെച്ചിട്ട് മാത്രം കുനാഫ ചെയ്യുന്നുണ്ടെന്ന്. അതാണെങ്കിൽ നല്ല ചൂടോടെ തന്നെ കഴിക്കണം. പക്ഷേ ഈ ഒരു കുനാഫ നമുക്ക് കുറച്ച് തണുത്തിട്ടും കഴിക്കാം. ടേസ്റ്റ് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ മൊസറല്ല ചീസ് വെച്ചിട്ടുള്ളതാണെങ്കിൽ കുറച്ച് ഹാർഡായി പോവാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. ഒരിക്കൽ കഴിച്ചാൽ പിന്നെ എപ്പോഴും കഴിക്കാൻ തോന്നും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.